റൂഹിന്റെ പാതി. രചന ജാസ്മിൻ കുഞ്ഞോൾ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നല്ലൊരു കൈകളിൽ താൻ എത്തിപ്പെട്ടുകൊണ്ട് ആശ്വാസം. എന്റെ നിയാസ് വരുന്നവരെ ഈ കൈകളിൽ താൻ സുരക്ഷിതയാണ്. നിയാസ് നാട്ടിലെത്താൻ ഇനി 2 മാസം കൂടിയേ ഉള്ളൂ. ദിവസങ്ങൾ എണ്ണി എണ്ണി ആഷി കാത്തിരിക്കാൻ തുടങ്ങി. അതിന്റെ സന്തോഷങ്ങൾക്ക് ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ അനീസ എന്ന നല്ലൊരു ഫ്രണ്ടിനെ നഷ്ടപ്പെടുന്നതിന്റെ വേദനയും അവൾക്കുണ്ടായിരുന്നു. ഈ 1 വർഷത്തിനിടയിൽ അവർ തമ്മിൽ നല്ലൊരു സൗഹൃദം സ്ഥാപിച്ചിരുന്നു. അവർക്ക് പരസ്പരം ഓരോരുത്തരുടെയും ഇഷ്ടവും ഇഷ്ടക്കേടും മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. അതിൽ നിന്നൊക്കെ എന്നേക്കുമായി താൻ നിയാസിന്റെ സ്വന്തമാവാൻ പോവുകയാണ്. നിയാസിനെ കാണാനുള്ള അവളുടെ ആഗ്രഹത്തിൽ അവളുടെ ആ വേദനകളൊക്കെ അവൾ മായ്ച്ചു. അങ്ങനെ നിയാസിന്റെ വരവിനുള്ള ദിവസങ്ങൾ അടുത്തു വന്നു. നാളെയാണ് നിയാസ് വരുന്നത്. അന്ന് രാത്രി നിയാസ് ആഷിയെ വിളിച്ചു. പെണ്ണെ, നിന്നെ കൊണ്ടുപോകാൻ ഞാൻ നാളെ വരുന്നുണ്ട്. അവൾക്കത് കേട്ടപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം. ആ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നി അവൾക്ക്. അവളുടെ മുഖത്തെ ആ സന്തോഷം കണ്ടുകൊണ്ടാണ് അനീസ് റൂമിലേക്ക് വന്നത്. എന്താണോ ഇത്ര വലിയ സന്തോഷം? നിയാസ് എങ്ങാനും വരുന്നുണ്ടോ? അനീസിന്റെ ആ ചോദ്യം കേട്ടാണ് അവൾ നോക്കിയത്. അതീക്ക, നിയാസ് നാളെ നാട്ടിലെത്തും, ഇപ്പൊ വിളിച്ചിരുന്നു. അതെയോ? ആഷിക്ക് സന്തോഷമായില്ലേ? അവന്റെ ആ വാക്ക് കേട്ടപ്പോൾ പെട്ടെന്ന് എന്തോ ആഷിയുടെ മുഖത്തെ ചിരിമാഞ്ഞു. എന്താണോ, എന്തു പറ്റി? സന്തോഷമുള്ളൊരു കാര്യം കേട്ടിട്ട് ഇങ്ങനെയാണോ? ഏയ്, എനിക്ക് സന്തോഷം തന്നെയാ. ഇക്ക ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ചായ എടുക്കാം. അതും പറഞ്ഞ് അവൾ റൂമിൽ നിന്നിറങ്ങി താഴേക്ക് പോയി. അനീസ് അവൾ പോയിട്ട് കുറച്ചു നേരം എന്തോ ഓർത്ത് അവിടെ തന്നെ നിന്നു. നാളെ ആഷി പോവുമായിരിക്കും അവളെ സ്നേഹിക്കുന്ന ആളുടെ അടുത്തേക്ക്. ഇന്നേവരെ അവൾ തന്റെ കാര്യങ്ങളെല്ലാം നോക്കി ചെയ്തു തന്നിട്ടേ ഉള്ളൂ. 1 വർഷമായി അവൾ കൂടെ കൂടിയിട്ട് ഒന്നിനും കുറവ് വരുത്തിയിട്ടില്ല. എന്നിനും തന്റെ കൂടെ നിന്നിട്ടേ ഉള്ളൂ, ഒരു പ്രിയ കൂട്ടുകാരിയെ പോലെ. അങ്ങനെയുള്ള ഒരാൾ പെട്ടെന്ന് പോകുമ്പോൾ വല്ലാത്തൊരു ഫീലിംഗ് കൊണ്ട് മനസ്സിൽ. പിന്നെ തന്റെ കുടുംബത്തിന്റെ മുമ്പിൽ തനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി തന്ന തന്റെ ഉപ്പാന്റെ മുമ്പിൽ താൻ നാളെ ഒന്നുമില്ലാതായി തീരുകയാണ്. അതിലുപരി വീരാനാജിയുടെ കുടുംബത്തിന്റെ അഭിമാനം എല്ലാം തകർന്നടിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. അതൊക്കെ ഓർത്തപ്പോൾ അവന്റെ മനസ്സൊന്ന് പിടഞ്ഞു. ഏയ് ഇല്ല, തനിക്കൊന്നുമില്ല, ഒന്നും ഉണ്ടാവാൻ പാടില്ല. നിയാസിന്റെ കയ്യിൽ അവളെ ഏൽപ്പിച്ചാലേ ഇനി തനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. അതേ വേണ്ടു. വേദനിക്കുന്ന ചിന്തകൾ മായ്ച്ചു കളഞ്ഞ് മനസ്സിനെ സഹിക്കാൻ അവൻ ധൈര്യം കൊടുത്തു. ആ രാത്രി പരസ്പരം ഒന്നും സംസാരിക്കാനാവാതെ ആഷിയും അനീസും നിന്നു. പറയാൻ രണ്ടുപേർക്ക് എന്തൊക്കെയോ ഉണ്ട് താനും. തന്നോട് അവൾ യാത്ര പോലും പറയുന്നില്ലല്ലോ എന്ന് അവനും ഇക്കാനോട് ഇങ്ങനെ യാത്ര പറയുന്ന ചിന്തയിൽ ആഷിയെ നേരം വിളിപ്പിച്ചു. രാവിലെ നേരത്തെ തന്നെ ആഷി എഴുന്നേറ്റു. സോഫയിൽ നിന്ന് ഒന്നും അറിയാതെ ഉറങ്ങുന്ന അനീസിനെ അവളെ നോക്കി. 1 വർഷം തന്റെ സങ്കടങ്ങൾക്കും തനിക്കും കാവലായി ജീവിച്ച മനുഷ്യൻ. വല്ലാത്തൊരു സങ്കടം തോന്നി അവൾക്ക് അനീസിനെ കാണുമ്പോൾ. സങ്കടം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് ആഷിയുടെ ഫോൺ റിങ് ചെയ്ത്. നോക്കുമ്പോൾ നിയാസാണ്. അനീസ് റിംഗ് സൗണ്ട് കേൾക്കാതിരിക്കാൻ അവൾ കൈകൊണ്ട് പൊത്തിപ്പിടിച്ച് ബാത്റൂമിന്റെ ഭാഗത്തേക്ക് മാറിയെന്ന് ഫോൺ അറ്റൻഡ് ചെയ്തു. ആഷി, ഞാൻ എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് വന്നോണ്ടിരിക്കുക. ഒരു 1/2 മണിക്കൂർ കൊണ്ട് വീട്ടിലെത്തും. എന്നിട്ട് ഫ്രഷ് ആയിട്ട് ഞാനുമായി വരാം. എന്നെ പെണ്ണിനെ കൊണ്ടുപോകാൻ ഓക്കെ അല്ലേ? അല്ലാ വേണ്ട, ഇങ്ങോട്ട് വരണ്ട. ഞാനും അനീസിയും നിന്റെ അടുത്തേക്ക് വന്നോളാം. നീ പുറത്തെവിടെയെങ്കിലും വന്നാൽ മതി, പക്ഷെ ഇവിടുന്ന് വേണ്ട. ഓക്കേടാ, നീ പറയുന്ന പോലെ. അതും പറഞ്ഞ് കോൾ കട്ട് ചെയ്തു. അവൾ തിരിഞ്ഞ പിന്നിൽ അനീസ്. ആഷി, നീ പോവാണല്ലേ? ആ ചോദ്യം കേട്ട് അവളുടെ ഉള്ളം തേങ്ങി. അനീസിനെ പെട്ടെന്നുള്ള ആ ചോദ്യം ആഷിയുടെ ഹൃദയത്തിലാണ് തറച്ചത്. ഈ 1 വർഷക്കാലം ഇവിടെ ഇക്കാന്റെ കൂടെ ജീവിച്ചിട്ട് ഈ ഒരു അവസ്ഥ തന്നെ മനസ്സിലുണ്ടായിട്ടില്ല. അങ്ങനെ ഒരു പിടച്ചിലാണിപ്പോൾ. ഇക്ക, ഞാൻ... ആൾക്ക് വാക്കുകൾ പുറത്തേക്ക് വന്നില്ല. ഏയ്, ഞാൻ ചുമ്മാ ചോദിച്ചാടോ. നീ പോകുമ്പോ വല്ലാത്തൊരു ഫീലിങ്. അതുകൂടെ എപ്പോഴാണ് വരിക? ഇങ്ങോട്ട് വരുമോ? ഇല്ലിക്ക, ഇങ്ങോട്ട് വരണമെന്ന് ഞാൻ പറഞ്ഞു. എല്ലാവരും അറിയില്ലേ? അത് സാരമില്ല. എന്തായാലും ഇന്നത്തോടെ എല്ലാവരെയും അറിയിക്കാൻ പോവില്ലേ? അതുകൊണ്ട് കുഴപ്പമില്ല. വേണ്ടിക്ക, അത് ശരിയാവില്ല. ആവും വരുന്നത് വിളിച്ചു പറയും. അപ്പൊ അവിടെ എവിടെയും വഴിയിലേക്ക് എന്നെ കൊണ്ടുവിട്ടിട്ട് ഇങ്ങ് പോന്നാ മതി. അങ്ങനെയൊക്കെ അങ്ങനെ ഓക്കെ. ആ, വിളിച്ചിട്ട് പറയാം. ഞാൻ താഴെ എവിടെയും ഉണ്ടാവും. കൊണ്ടുപോകാനൊക്കെ പാക്ക് ചെയ്തോ? അതും പറഞ്ഞ ഡോറിന്റെ അടുത്തേക്ക് നീ. ഡോർ തുറക്കുന്നതിന് മുമ്പ് അവനെ തിരിഞ്ഞു നോക്കി. അവനെ തന്നെ കണ്ണിമോട്ടാ നോക്കി നിൽക്കുകയാണ് ആഷി. ആ നോട്ടത്തിൽ അവന്റെ ചുണ്ടുകൾ ഉരുവിട്ടു. എന്നെ വിട്ടു പോവാതിരുന്നൂടെ ആഷി? പക്ഷെ ആ വാക്കുകൾ പുറത്തേക്ക് വരാതെ ഉള്ളിൽ തങ്ങി നിന്നു. എന്തോ അവന്റെ ഉള്ളമല്ലാതെ നീറിയതും ഡോർ തുറന്ന് വേഗത്തിൽ പുറത്തേക്ക് പോയി. ആഷിക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു. സമയം നീങ്ങിക്കൊണ്ടിരുന്നു. ഉള്ളിൽ ഇത്ര നാളില്ലാത്തൊരു വിഷമം. ഒരു ഭാഗത്ത് തന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന നിയാസ്, മറ്റൊരു ഭാഗത്ത് പടച്ചോനെ സാക്ഷി നിർത്തി തന്റെ കഴുത്തിൽ മഹറിയാർത്തിയ അനീസ്ക. ആളിൽ വല്ലാത്തൊരു കുറ്റബോധം നിറഞ്ഞു. ചെയ്യുന്നത് തെറ്റാണോ എന്നൊരു തോന്നൽ. ഇല്ല, അങ്ങനെ ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. ഇക്കാക്ക് ഞാനൊരു കൂട്ടുകാരി നഷ്ടപ്പെടുന്ന വേദന മാത്രമേ ഉള്ളൂ. തനിക്കും അതുപോലെ മതി, അത്രമാത്രം. അനീസ് പുറത്തേക്ക് പോയപ്പോൾ ആൾ വേഗം ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാൻ തുടങ്ങി. ഇടയ്ക്കാൾ താഴെ അടുക്കളയിൽ മറ്റോരോ ജോലികളും ചെയ്യുന്നുണ്ട്. സമയം പോകുന്നേയില്ല. കാത്തിരിപ്പിന് വല്ലാത്ത ദൈർഘ്യം പോലെ. ഏതാണ്ട് സമയം ഉച്ചയ്ക്ക് 12 മണി. ആഷി കുളിച്ച് ഫ്രഷായി റൂമിലിരിക്കുമ്പോഴായിരുന്നു നിയാസിന്റെ കോള്. ആൾ പെട്ടെന്ന് ഫോൺ അറ്റൻഡ് ചെയ്തു. ആഷി, ഞാനുമായി വീട്ടിൽ ഇറങ്ങുക. എവിടെ വരണ്ട്? താൻ പറ. അത് നമ്മുടെ കോളേജിലേക്ക് പോകുന്നതിന് 2 കിലോമീറ്റർ മുമ്പ് ഒരു ഗ്രൗണ്ടില്ലേ, അവിടെ വന്നാൽ മതി.
എന്നാ ഓക്കെ ആഷി. നിയാസ് കോള് കട്ട് ചെയ്തു. ആഷി വേഗം അനീസിനെ വിളിച്ചു. ഇക്ക നിയാസ് വിളിച്ചിരുന്നു, അവര് വീട്ടിൽ നിന്ന് ഇറങ്ങുവാന്ന്. അതെയോ? എന്നാ വേറെ റെഡിയാവോ? അനീസ് വേഗം ഫ്രഷായി വന്നു. കണ്ണാടിയുടെ മുമ്പിൽ വന്ന് നിന്നു. മറുവശത്ത് കാണുന്ന ആളെ കണ്ട് അനീസ് ഒന്ന് ചിരിച്ചു. മകറ് ചാർത്തിയ പെണ്ണിനെ അവൾ സ്നേഹിക്കുന്നവന് ഇട്ടുകൊടുക്കുന്ന ആദ്യത്തെ ഭർത്താവ്. തന്നെ കാണുമ്പോൾ തന്നോട് തന്നെ പുച്ഛം തോന്നി അനീസിന്. ഇക്ക എന്താ ചിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല ആഷി, നീ പോയാലും നാളെ മുതൽ ചിരിക്കാനുള്ളതല്ലേ, അപ്പൊ ഇന്നേ തുടങ്ങിയതാ. ആരും തമാശയായി പറഞ്ഞു. ആളതിന് മറുപടിയായി ഒന്ന് മൂളി. ആഷി, നീ ഇതൊന്നും കേട്ട് ടെൻഷൻ ആവണ്ട, സന്തോഷമായിട്ട് നിൽക്ക്. ഞാൻ താഴെ സീറ്റോട്ട് പോയി നോക്കട്ടെ. ആരും കാണാൻ വേണ്ടതൊക്കെ വണ്ടിയിൽ വെക്കാം. പെട്ടെന്ന് ആരോട് യാത്രയെ കുറിച്ച് പറയാത്തതുകൊണ്ട് ഡൗട്ടാവും. നീ ഇവിടെ നിൽക്ക്. അനീസ് താഴേക്ക് പോയി. ഉപ്പ പുറത്തെവിടെയാ പോയതാണ്. പിന്നെ ജോലിക്കാർ പറമ്പിലുമാണ്, ഉമ്മ അടുക്കളയിലും. ആരെയും അവിടെയെങ്കിലും കണ്ടില്ല. അനീസ് വേഗം റൂമിലേക്ക് ചെന്നു. ആഷി, പാക്ക് ചെയ്ത സാധനങ്ങൾ ഇതൊക്കെയല്ലേ, ഞാൻ വണ്ടിയിൽ കൊണ്ടുവച്ചിട്ട് വരാം. നീ വേഗം താഴേക്ക് വാ, എന്നിട്ട് ഉമ്മാനോട് പുറത്തു പോകാന്ന് പറഞ്ഞിട്ട് വാ. അവൻ വേഗം എല്ലാം എടുത്തിട്ട് വണ്ടിയുടെ ഡിക്കിൽ വെച്ച് തിരിഞ്ഞു. പുറത്തു പോയ ഉപ്പ തിരിച്ചു വന്നു. ആ മോനെ എങ്ങിട്ടാ? അതുപ്പാ അനീസ് ഒന്ന് പരിങ്ങി. ഞാനും ആഷിയൊന്ന് പുറത്തു പോപ്പാ. ആരും തന്നെ പതർച്ച പുറത്തിറങ്ങിക്കാതെ പറഞ്ഞൊപ്പിച്ചു. അപ്പോഴേക്കും ഉമ്മയും ആഷിയും പുറത്തേക്ക് വന്നു. ആ ഞങ്ങൾ പോയി വരി മക്കളെ, ആചാര്യ പറഞ്ഞു. ആഷി ഇറങ്ങാൻ നേരം ഉമ്മാനെ കെട്ടിപ്പിടിച്ച് കവളിൽ ഉമ്മ കൊടുത്തു. ഉമ്മാക്ക് എന്തോ പോലെ തോന്നി. സാധാരണ അവർ പുറത്തു പോകുമ്പോഴൊന്നും ഇങ്ങനെയൊന്നുമില്ല. അല്ലാത്ത സമയങ്ങളധികവും ഉമ്മ ഇതെങ്ങനെ അതെങ്ങനെയെന്ന് ചോദിച്ചാൽ തന്റെ പിന്നാലെ നടക്കും. പക്ഷേ പുറത്തേക്ക് പോകുമ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്നേഹം കൂടിപ്പോയെന്ന് സംശയം ഉമ്മാക്ക്. ഉമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്നാ മക്കള് പോയി വാ. ഉപ്പാനോട് യാത്ര പറഞ്ഞ് അവർ കാറിൽ കയറി. അനീസ് വണ്ടി മുന്നോട്ടെടുത്തു. ഇക്ക തിരിച്ചു വരുമ്പോ അവരോട് ഇക്ക എന്ത് പറയും? ആഷി, നീ ആന്നോർത്ത് വിഷമിക്കണ്ട, അവർക്ക് ഞാൻ ക്ലിയർ ചെയ്തോളാം. ആഷിയോട് അങ്ങനെ പറഞ്ഞെങ്കിലും അനീസിന് അറിയില്ലായിരുന്നു അവളില്ലാതെ തിരിച്ചു വന്നാൽ എന്താവുമെന്ന്. ബാക്കിയുള്ള കാര്യങ്ങൾ പറയുമ്പോഴുള്ള അവസ്ഥയും എല്ലാവരും വിരിക്ക് വിട്ടുകൊടുത്തിരിക്കുന്ന പോലെ ഡ്രൈവിംഗിൽ മാത്രം ശ്രദ്ധിച്ചു. യാത്രയിൽ അവർ പരസ്പരം ഒന്നും സംസാരിച്ചില്ല. രണ്ടുപേരും പലവട്ടം സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. അനീസിന്റെ കാർ ഗ്രൗണ്ടിന്റെ തൊട്ടടുത്തായി നിന്നു. അവർ ദൂരെ നിന്ന് കണ്ടു. അപ്പുറത്തായി ഒരു കാറ് പാർക്ക് ചെയ്ത്. നിയാസായിരിക്കും ഫ്രണ്ടിന്റെ വണ്ടി എടുത്തു വരുമെന്ന് പറഞ്ഞിരുന്നു. വണ്ടി നിർത്തിയിട്ടും അനീസും ആഷിയും വണ്ടിയിൽ തന്നെ ഇരുന്നു. എന്താ ആഷി, ഇറങ്ങുന്നില്ലേ? അനീസ് ആഷിയോട് ചോദിച്ചു. പതിഞ്ഞ സ്വരത്തിൽ മറുപടി ഒരു മുകളിൽ ഒതുക്കി അവൾ. എന്നാ വെച്ചാൽ സാധനങ്ങൾ എടുക്കണ്ടേ? അലി വേണ്ട, ഇത്രത്തോളം വന്നില്ലേ, ഞാനും വരാൻ കൂടെ. അനീസ് വണ്ടി മുന്നോട്ടെടുത്തു. നിയാസിന്റെ വണ്ടിയുടെ ഇത്തിരി മുമ്പിൽ നിർത്തി. ഇനി ഇറങ്ങിക്കോ. പിന്നെ ആഷി, നമ്മുടെ ഈ സൗഹൃദം പലപ്പോഴും ഒന്ന് ഓർക്കണേ. ഞാൻ എപ്പോഴും ഓർക്കിക്കാനെ, ഒരിക്കലും മറക്കില്ല നിങ്ങളെ ഞാൻ, ആഷി പറഞ്ഞു. പിന്നെ നന്ദിയെന്ന് ഞാൻ പറയുന്നില്ല ഇക്കാനോട്, പറഞ്ഞാൽ കുറഞ്ഞു പോകും. ആളൊരു വേദനയോടെ പറഞ്ഞൊപ്പിച്ചു. ഏയ് അതിൻ്റെ ആവശ്യമൊന്നുമില്ലടോ, വല്ലപ്പോഴും ഓർമ്മയിലുണ്ടായാൽ മതി. അതേപോലെ ഇനിയുള്ള കാലം താൻ നിയാസിന്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കുക. ആഷി അവനത്തിന് ഉറ്റുനോക്കി, ഒരു വാക്കും മിണ്ടാനാവാതെ. എന്നോ ഞാൻ തന്നെ അവനെ നിന്നെ ഏൽപ്പിച്ചോളാം. അനീസ് കാറിൽ നിന്നിറങ്ങി ആഷിയെ കൂടി നിയാസിന്റെ അരിയിലേക്ക് നടന്നു. ആഷി അനീസ് തന്നെ അരിയിലേക്ക് വരുന്നുണ്ട്. നിയാസ് കുറച്ച് മുന്നോട്ട് അവർക്കരിയിലേക്ക് നടന്നു വന്നു. നിയാസ് അനീസിന്റെ കൈ പിടിച്ച് സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. എന്തൊക്കെയാ നിയാസ് വിശേഷങ്ങളൊക്കെ? അൽഹംദുലില്ലാ, സുഖായിക്ക. യാത്രക്ക് സുഖമായിരുന്നോ? അൽഹംദുലില്ലാ, നിയാസ് മറുപടി കൊടുത്തു. അനീസിന്റെ ഓരോ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോഴും നിയാസിന്റെ മനസ്സിൽ ആശയായിരുന്നില്ല. തന്റെ കൈ പിടിച്ച പുഞ്ചിരിയോടെ വിശേഷങ്ങൾ ചോദിക്കുന്ന അവളുടെ പാവമായ ഭർത്താവിനെ കുറിച്ചായിരുന്നു. കണ്ണെടുക്കാൻ നിയാസ് അനീസിനെ തന്നെ നോക്കി. ഈ മനുഷ്യന്റെ അടുത്തുനിന്ന് എങ്ങനെയാണ് ഞാൻ ഇവളെ കൊണ്ട് പോവുക? ഈ ഒരു വർഷക്കാലം താൻ സ്നേഹിച്ചിരുന്ന ഈ പെണ്ണിനെ പൊന്നുപോലെ നോക്കിയ ഈ മനുഷ്യനേക്കാൾ എന്ത് മഹിമയാണ് തനിക്കുള്ളത്? ആഷി വിളിക്കുമ്പോൾ അനീസിനെ കുറിച്ച് പറയുമായിരുന്നു, നല്ല ആളാണ്, പാമാണെന്നൊക്കെ. നേരിൽ കണ്ടപ്പോൾ അത് മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടും തന്നേക്കാൾ ആഷിക്ക് ചേരുന്ന ആള് അനീസ് തന്നെയാണെന്ന് മനസ്സിൽ നിന്ന് ആരോ പറയുന്നുണ്ടായിരുന്നു. ഹലോ നിയാസ്, താനെന്തേ ഓർക്കുന്നേ? അനീസ് ചോദിച്ചു. ഏയ് ഒന്നുമില്ല. അല്ല ആഷി, നീ കണ്ടില്ലേ താനെന്തോടും മിണ്ടാത്തെ? അപ്പോഴാണ് കണ്ണെടുക്കാതെ തന്നെ നോക്കിയിരിക്കുന്ന ആഷി അവൻ ശ്രദ്ധിച്ച്. സന്തോഷം കൊണ്ടാണോ സങ്കടം കൊണ്ടാണോ എന്നറിയില്ല, ആളുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നുണ്ട്. ഓടിച്ചെന്ന് അവളെ നെഞ്ചോട് ചേർക്കാനുള്ളിൽ ആഗ്രഹം തുടികൊട്ടുന്നുണ്ട്. പക്ഷേ നിയാസെ, മറ്റൊരുത്തന്റെ ഭാര്യയെ നീ മനസ്സുകൊണ്ട് പോലും ആഗ്രഹിക്കുന്ന തെറ്റാണ്. അവന്റെ മാറി ഇപ്പോഴും അവിടെ കഴുത്തി തന്നെയുണ്ട്. തന്റെ മനസ്സിൽ നിന്ന് ആരോ പറഞ്ഞുകൊണ്ടിരുന്നു, ഇത്രയും നല്ലൊരു ഭർത്താവിൻ്റെ അടുത്ത് അവളെ പറിച്ചെടുത്തുകൊണ്ട് പോയാൽ തനിക്ക് അവൾക്ക് മുന്നോട്ട് സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. അവളെ വിവാഹം കഴിഞ്ഞ നാൾ മുതൽ ഇങ്ങോട്ട് താൻ അവൾ ആഗ്രഹിച്ചതിന് പോലും നിയാസ് സ്വയം ശപിച്ചു. അവളുടെ ജീവിതം ഇപ്പോൾ സന്തോഷമാണ്. ഇവിടുന്ന് താൻ ഒഴിവായി പോകണം, അതാണ് ഇനി വേണ്ടത്. താൻ സ്നേഹിച്ചു എന്നല്ലാതെ ഒരിക്കൽ പോലും അവളെ ഒന്ന് സ്പർശിച്ചിട്ട് പോലുമില്ല. നിയാസ്, എന്താണ് താനിങ്ങനെ അനങ്ങാൻ നിൽക്കുന്നത്? അനീസിന്റെ ചോദ്യം അവനെ ചിന്തയിൽ നിർത്തി. നീ എന്നോടൊന്നും മിണ്ടാത്തേ? ഏയ് ഒന്നുമില്ല ആഷി, ഞാൻ പോവാ. അവൻ പറയുന്നേട്ട് ആഷി ഞെട്ടി. എന്താ ഇവന് പറ്റിയത്? നിയാസ്, എന്തു പറ്റിയടാ? അനീസ് നിയാസിനെ പിടിച്ചു നിർത്തി. ആഷിയെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ ഞാൻ.
ഒരു പോറൽ പോലും ഏൽപ്പിച്ചിട്ടില്ല നിന്റെ പെണ്ണിന്. ആഷി നീ ചെല്ല്, പോയിക്കോ. നിയാസ് അനീസിന്റെ കൈ തട്ടി മാറ്റി. അനീസ്ക, ഇനി എനിക്ക് ഇവിടെ വേണ്ട, നിങ്ങൾ തന്നെ എടുത്തോ. അല്ലെങ്കിൽ എന്താ, എനിക്ക് വേറെ പെണ്ണിട്ടൂലേ? നിങ്ങളണീച്ച മാറി ഇപ്പോഴും അവിടെ കഴുത്തിലുണ്ട്. സ്വന്തം ഭർത്താവിനെ പൊട്ടനാക്കി സ്നേഹിച്ചവന്റെ കൂടെ പോകുന്ന ഇവള് നാളെ എന്നെ മതിയായ മറ്റൊരാളുടെ കൂടെ പോയില്ലെന്ന് ആര് കണ്ടു? താരെന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? നിയാസ് പൊട്ടിത്തെറിച്ചു. പറഞ്ഞില്ല എന്താ തെറ്റ്? ഇവള് മതി, കൂടുതൽ നീ പറയണ്ട. നിയാസ് നിന്റെ സംസാരം ഒരുപാട് കൂടുന്നുണ്ട്. അനീസിന് വല്ലാതെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അനീസിന്റെ ദേഷ്യം കണ്ടിട്ട് ഒരു ഭാഗത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആഷി പോലും പേടിച്ചു പോയി. ഇക്കാദ്യമായിട്ടാണ് ദേഷ്യം പിടിക്കുന്നത് കാണുന്നത്. നിയാസെ, ഞാൻ പറയാൻ നിന്നോട്, എന്റെ കൂടെ വന്ന നാളു മുതൽ നിന്നെ മാത്രം ഓർത്ത് ജീവിച്ചു പോകുന്ന പെണ്ണാവള്. അവളെ തനിച്ചാക്കരുതടാ പ്ലീസ്. അല്ല, നിങ്ങൾ എന്തിനാ ഇത്രയ്ക്ക് റിസ്ക് എടുക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടി അവളെ അവിടെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടേക്ക്. ഇവൾക്ക് കുരുട്ടി കുത്തി ഒരുപാടുള്ള ഒരു തന്തയുണ്ടല്ലോ, മോളെ എങ്ങനെയെങ്കിലും അയാൾ രക്ഷപ്പെടുത്തും. നിയാസം മതി, നിർത്ത്. നീ ഒരുപാട് നേരം സംസാരിക്കുന്നു. ഇനി അവളെ അവിടെ ഒപ്പാനെയും വീട്ടുകാരെയും പറ്റിയൊന്നും പറയണ്ട. നിനക്ക് അവളെ വേണ്ടെങ്കിൽ വേണ്ട. പക്ഷേ നിന്നെ ജീവനെ പോലെ സ്നേഹിച്ച പെണ്ണാവള്, അത് നീ മറക്കരുത്. അത് നിനക്കിപ്പോ മനസ്സിലാവുന്നില്ലെങ്കിൽ മനസ്സിലാവണ്ട. അവൾക്ക് നിന്നുള്ള സ്നേഹം ഞങ്ങളുടെ കല്യാണ ദിവസം മുതൽ ഞാൻ അറിഞ്ഞതാ. നിന്നെ സ്വന്താക്കാൻ വേണ്ടി അത്രയും പവിത്രത്തോടെയാ അവൾ എന്റെ വീട്ടിൽ കഴിഞ്ഞ്. അതൊക്കെ നീ മറന്നാ പിന്നെ മതിക്ക, ഇനി നിയാസിനോട് സംസാരിക്കണ്ട. അവൻ എന്നെ വേണ്ടെന്ന് മനസ്സ് തുറന്ന് പറഞ്ഞു. അത് മാത്രം മതി എനിക്ക്. ഇക്കെന്നെ എന്നെ വീട്ടിൽ കൊണ്ടാക്കിയാൽ മതി. കണ്ണുനീരോട് അവൾ പറഞ്ഞു. അഷി, നീ അവൻ തമാശ പറഞ്ഞാവും. നിയാസി, നീ അവിടെ വേദന മനസ്സിലാക്കടാ. ഇല്ല നിസ്ക, മറ്റൊരാളുടെ മാറും ചേർത്ത് കിടക്കുന്ന ഇവളെ ഇനി എനിക്ക് വേണ്ട. നിയാസെ, ഞങ്ങൾ തമ്മിൽ അതൊരു ബന്ധം മാത്രമേ ഉള്ളൂ. അതൊക്കെ ഞാൻ ഒഴിവാക്കി തരാം. എൻ്റെ ഫ്രണ്ട് ഒരു വക്കീലുണ്ട്, അവൻ വരുപ്പോ. നീ അവളെ കൊണ്ട് പോണം. നോ, എനിക്ക് പറ്റില്ല. നിങ്ങൾ വേണമെങ്കിൽ ഒഴിവാക്കി കളഞ്ഞേക്ക്, ഞാൻ പോവാ. അവൻ പറഞ്ഞ് നിയാസ് തിരിഞ്ഞടന്നു. ആഷി കണ്ണുനീരോട് അവനെ നോക്കി നിൽക്കുകയായിരുന്നു. എന്താണ് ഇപ്പോൾ സംഭവിച്ചെന്നറിയാതെ താൻ 4 വർഷം ജീവനെ പോലെ സ്നേഹിച്ചവൻ തന്നെ വേണ്ടെന്ന് പറഞ്ഞ് തിരിഞ്ഞടക്കുമ്പോൾ ഹൃദയം പൊട്ടിപ്പോകുന്ന വേദന. നിയാസെ, ഒന്ന് നിന്നേ. അനീസിനെ വിളിയായിട്ട് തിരിഞ്ഞു നോക്കാൻ നിയാസ് നിന്നു. ദേ ഇങ്ങോട്ട് നോക്ക്. നിയാസ് തിരിഞ്ഞു. നിനക്ക് അവളെ വേണ്ടെങ്കിൽ വേണ്ട. ഇനി വേണമെന്ന് പറഞ്ഞാലും തരില്ല. ഇവൾ അനീസിന്റെ പെണ്ണാ, അനീസിന്റെ മാത്രം. അനീസ് ആഷിയുടെ അടുത്ത് നിന്ന് താഴ്ത്തി വെച്ചിരിക്കുന്ന മുഖം ഉയർത്തി കൈകളിൽ പൊതിഞ്ഞു പിടിച്ചു. ഉള്ളിൽ അലയടിച്ചു വരുന്ന വേദനയോടെ, അതിലുപരി മനസ്സറിഞ്ഞ കുറ്റബോധത്തോടെ ആഷി അനീസിന്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ ആ മുഖം കണ്ടിട്ട് അനീസിന് വല്ലാത്ത സങ്കടം വന്നു. ആഷി അത്ഭുതത്തോടെ അനീസിനെ നോക്കിയായിരുന്നു. തന്നോട് ഇത്രയും സ്നേഹം മനസ്സിൽ നിറച്ചു വെച്ചിട്ട് തന്നെ ഞാൻ സ്നേഹിക്കുന്നവന് വിട്ടുകൊടുക്കാൻ തയ്യാറായ മനുഷ്യൻ. ആഷി, നിന്നെ ഞാൻ ആർക്കും കൊടുക്കില്ല. എനിക്ക് വേണം നിന്നെ. അനീസ് അള്ളാഹുവിനെ സാക്ഷ്യത്തി മാറിയാർത്തിയ പെണ്ണാ നീ. ആ നിന്നെ ആർക്ക് വേണ്ടെങ്കിലും എനിക്ക് വേണം. ഈ കണ്ണുകൾ ഇനി ആർക്കു വേണ്ടി നിറയരുത്. അനീസിന്റെ ആ വാക്കുകൾക്ക് സാക്ഷിയായി നിന്ന് നിയാസ് നിറഞ്ഞു വന്ന തന്റെ കണ്ണു തുടച്ച് വേഗം കാറിൽ കയറി. വീണ്ടും വീണ്ടും നിയാസിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. മോനെ, ഈ കരയല്ലേ? ഉമ്മ അടുത്തിരുന്ന കാര്യം പോലും നിയാസം മറന്നുപോയിരുന്നു. ഉമ്മ, അവൾക്ക് എന്തുകൊണ്ട് ചോദിച്ചാൽ അദ്ദേഹമാ. ആ മനുഷ്യനെ വേദനിപ്പിച്ചിട്ട് ഉമ്മാന്റെ മോന് സന്തോഷം വേണ്ടോമ്മ. സാരല്ല മോനെ, മോനെ വിധിച്ച റബ്ബ് തന്നോളൂ. ഇല്ലമ്മ, എനിക്ക് സങ്കടമൊന്നുമില്ല, നമുക്ക് പോവാം. നിയാസ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വേഗം അവിടുന്ന് പോയി. ഇനി അവനാണ് അവളുടെ എല്ലാം. തന്റെ ആഷി സന്തോഷത്തോടെ ജീവിക്കട്ടെ. ഒന്നുമില്ലാതെ തന്റെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അവൾ അനീസിന്റെ കൂടെ ജീവിക്കുന്നതാണ്. തന്റെ ഏറ്റവും വലിയ നിധി ഞാൻ അതിന് അർഹതപ്പെട്ട ആൾക്ക് തന്നെ തിരിച്ചു കൊടുത്തിരിക്കുന്നു. നിയാസ് ഗ്രൗണ്ടിൽ നിന്ന് റോഡിലേക്ക് കയറിയപ്പോൾ എതിർവശത്ത് ഒരു കാർ ഗ്രൗണ്ടിലേക്ക് വന്നു. അതിൽ നിന്ന് അനീസിന്റെ ഫ്രണ്ട് ഇറങ്ങി വന്നു. അപ്പോൾ ഫ്രണ്ട് സംശയത്തോടെ അവരെ നോക്കി. അനീസ്. അപ്പോഴാണ് അനീസിന് പബ്ലിക് പ്ലേസ് ഓർമ്മ വന്ന്. ആഷിയെ തന്നെ നെഞ്ചോടിയർത്ത കൈകളോർ മെല്ലെ മാറ്റി. എന്താടാ ഇത്? നിങ്ങൾ തമ്മിൽ പിരിയണമെന്ന് പറഞ്ഞാൽ അതിന്റെ കാര്യങ്ങൾ ചെയ്യാൻ വിളിച്ചു വരുത്തിയാൽ ഞാനെന്താ കാണുന്നത്? ഇല്ലടാ, ഞങ്ങൾ ഇനി പിരിയുന്നില്ല. നീ വേറെ കേസുണ്ടോ പോയി നോക്ക്. ഇവളെ ഇനി എന്നിൽ നിന്ന് പിരിക്കാൻ നിനക്കെന്നല്ല, ആർക്കും കഴിയില്ല. എനിക്ക് ഇവൾക്ക് എന്നെയും പടച്ചവും ചേർത്ത് വെച്ചതാ. ഇവളാണ് എന്റെ പെണ്ണ്, എന്റെ റൂഹിന്റെ പാതി. അല്ലേ ആഷി? അനീസിന്റെ ആ വാക്കുകൾ കേട്ട് ഒരു നാണത്താൽ തീർന്ന ചിരിയോടെ ആഷി അനീസിന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റുകളായി രേഖപ്പെടുത്തുക.